ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ ഞാൻ വീട് അപ്ഡേറ്റ് ചെയ്ത് വീട്ടിന്റെ മുന്നിൽ എങ്ങനെ ഇങ്ങനത്തെ ചെടികളും സ്ഥലങ്ങളൊക്കെ വെച്ച് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ സ്കൂൾ ഉണ്ടാക്കി, സ്കൂൾ എങ്ങനെ ഉണ്ടാക്കല്, ഇത് എവിടെ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കലൊക്കെ വെറും സിമ്പിൾ ആണ്. പിന്നെ അതേപോലെ ബസ് സ്റ്റോപ്പ് ഇത് എങ്ങനെ ഉണ്ടാക്കല്, ബസ് സ്റ്റോപ്പ് എങ്ങനെ നിർമ്മിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു തരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. അപ്പൊ അതാണ് ബിൽഡിങ്ങിന്റെ ബാക്കിലൊക്കെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, പോലീസ് സ്റ്റേഷന്റെ. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് വീഡിയോക്ക് നേരെ പറഞ്ഞുതരാം. പിന്നെ ഒരു പുതിയ കാർ ഷോറൂം ഉണ്ട്, ഇതേ കൂടെ എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും, ഫുള്ള് വാച്ച് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം, വീണ്ടും വരെ സ്കിപ്പ് ചെയ്താൽ കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഗെയിമിലേക്ക് വന്നപ്പോ ഇതെങ്ങനെ എത്തിച്ചേരാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്ക് നേരെ കോപ്പി ചെയ്യാം. അപ്പൊ നേരെ കോപ്പി ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്താലേ മാത്രമേ കിട്ടൂ. എന്നിട്ട് നേരെ ക്രോമ് കയറിയിട്ട് അവിടെ സെർച്ച് ബാറിൽ നേരെ കോപ്പി ചെയ്യും. ഹലോ ഗൈസ്, നമ്മൾ ക്രോമിൽ എത്തി. അപ്പൊ അവിടെ പേസ്റ്റ് ചെയ്യുക, സെർച്ച് ബാറിൽ അങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇത് വരുന്നത്. അപ്പൊ നേരെ ഞാൻ ആരോ മാർക്ക് കാണിച്ചാൽ അതേപോലെ ചെയ്യാം. ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരെ ഗെയിമിലേക്ക് വരാം. നേരെ സെറ്റിംഗ്സിന്റെ ഓപ്പൺ അതാ അതിൽ നേരെ 8 നേക്കാരം അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ 3 ആക്കുക. ഞാൻ എല്ലാത്തിലും നോക്കിയിട്ട് എനിക്ക് 3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ 3 ആക്കാൻ പറ്റുന്നത്. നേരെ ഗെയിമിലേക്ക് വരാം. എന്നിട്ട് നേരെ ആ ഇതിൽ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഫസ്റ്റ് എടുത്ത വെച്ചോണ്ടിക്ക് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് നേരെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് വരുമെന്ന്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ നോക്കാം. ആ ലിങ്ക് തന്നെ ഒന്നും ചെയ്യാതെ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം വരൂല എന്ന്. അത് കഴിച്ച് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വരുവെക്കാരെന്ന് നോക്കാം. കഴിച്ച് വരേണ്ടതാണ്. അത് കഴിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. നേരെ ഗെയിം ഒഴിവാക്കേണ്ട അയച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. പക്ഷെ എനിക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒന്നും എടുത്ത് വെച്ചോണ്ട് പിന്നെ എനിക്ക് ഒഴിവാക്കണ്ട. അപ്പൊ നിങ്ങളൊക്കെ ആദ്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഗെയിം ഒഴിവാക്കിയാണ് പിന്നെ ഓപ്പൺ ചെയ്യാം. അപ്പൊ അങ്ങനെ ഓപ്പൺ ചെയ്ത് അതേപോലെ കിട്ടും. നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം എന്തൊക്കെ വന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഈ വീട് കണ്ടല്ലോ, ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങാം. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ പോണ സ്ഥലം. പിന്നെ മേലെ മരങ്ങളും ട്രീ ഒക്കെ വെച്ച്, പിന്നെ മുന്നിൽ തന്നെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാറ് പോയിക്കോട്ടെ, എന്നിട്ട് അതിന്റെ ബാക്കിൽ പോയി ഞാൻ കാണിച്ചു തരാം. പിന്നെ പോലീസ് സ്റ്റേഷനൊക്കെ ഈ വീഡിയോയിൽ കാണും. പിന്നെ 2-3 സ്ഥലം പിന്നെ വാറുണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. പക്ഷെ അങ്ങനെ നമ്മളൊരു ഒരു ഇത് എന്താ ഒരു ബീച്ച് സൈഡിന്റെ അതേപോലെ ഒരു വർക്ക് ഒരു ബിൽഡിംഗ്, ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതിൽ വന്നു തന്നെയാണ്. അപ്പൊ ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നോക്കി ഏതെങ്കിലും കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് 3 അല്ലാതെ വേറെ ഏതെങ്കിലും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടുന്നുണ്ട് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതേപോലെ ഒരു സ്ഥലമാണ്. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ പറ്റും. പക്ഷെ അതിന്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റും. നിങ്ങൾക്ക് ബിൽഡിംഗ് അറിയിക്കറിയാതെ ബിൽഡിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ അപ്പൊ ഞാൻ ഉള്ളിലേക്കൊന്ന് കയറി കാണിച്ചു തന്നെ. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്താൽ എല്ലാവരും കാണാം. ഫിനാലത്ത് ഓണാക്കി ഇനി എന്ത് പറ്റിയോ വെച്ചിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് കാണ്ട് ഞാൻ കാണിച്ചു തരാം. ബസ് സ്റ്റോപ്പും പോലീസ് സ്റ്റേഷൻ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നേരെ വണ്ടി കയറിയിരിക്കണം. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വരുന്ന വളച്ച് കണ്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അതായത് അപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്ക് ചെയ്ത്. ഇതിന്റെ സ്റ്റോറി വീഡിയോ ഒക്കെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണേക്കാരം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ അതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഈ പുറത്തായിട്ട് എങ്ങനെ ചെയ്തോളൂ. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തേക്കാം. അവിടെ പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടു. ആദ്യത്തെക്കാട്ടിലും ഇതാ ഇഷ്ടപ്പെട്ടെ. അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷന്റെ ഉള്ളൊന്നും കാണിച്ചു തരുന്നില്ല, അപ്പൊ എല്ലാവരും കണ്ടേക്കാരം. നമുക്ക് നേരെ ഒരു വണ്ടി എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് കയറുക. ഇതാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനൊക്കെ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കി ഇങ്ങനെ വർക്കിംഗ് ചെയ്തിട്ടില്ല താഴെ കമന്റ് ചെയ്യാം. അപ്പൊ വർക്കിംഗ് ചെയ്യാത്തവർക്ക് താഴെ കമന്റ് ചെയ്യാൻ സൊല്യൂഷൻ പറഞ്ഞു തരുന്നേക്കാരം. അപ്പൊ നമുക്ക് നേരെ ഇനി ബസ് സ്റ്റോപ്പ് കാണിച്ചാൽ, ബസ് സ്റ്റോപ്പ് നമ്മളെ വീട്ടിന്റെ നേരെ സൈഡിലായിട്ട് തന്നെ. അപ്പൊ ഇതാണ് ബസ് സ്റ്റോപ്പ്. അപ്പൊ കുറെ യൂട്യൂബർ പറഞ്ഞിട്ട് കുറെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല, ഞാൻ ഈ 2 ബസ് സ്റ്റോപ്പ് മാത്രമേ കണ്ടിട്ടു. അതൊക്കെ അറിയുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ബസ് സ്റ്റോപ്പ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് അതാ ബോറായി തോന്നി വെച്ചാൽ ഈ മുന്നിൽ ലേറ്റ്, ഇത്ര ലേറ്റ് ഒന്നും വേണ്ട. ഈ മുന്നത്തെ ലേറ്റ് ഒരു 2:30-3 വെച്ചത് എല്ലായിടത്തും ലേറ്റ് വെച്ചൊരു ബോറെ. അല്ലെങ്കിൽ നമുക്ക് ബസ്സിന്റെ കോട്ടി കളിച്ചുമ്പോൾ അടിപൊളിയായിട്ട് അടിച്ചു. പക്ഷെ ഈ മുന്നിൽ ഇത്ര ലേറ്റ് വെച്ചാൽ അത്ര ബോറായിക്കണ്. അപ്പൊ എനിക്ക് അത്ര ബോറായിട്ടുള്ളൂ. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. കുറെ സ്ഥലങ്ങൾ വന്നിക്കണ്. നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേക്ക് നേരെ പോവാം. പക്ഷെ അതിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ്. ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മള് കാർ ഷോറൂം ഒക്കെ ആ സ്ഥലത്തിനായിട്ടാണ്. ഇതിക്ക് വഴി ഞാൻ അറിയില്ല. അപ്പൊ ഞാൻ ഇതികൂടെ ചാടുകയാണ്. അപ്പൊ നമുക്ക് നേരെ ചാടിയാണ് നിൽക്കാം. പക്ഷെ നമ്മൾ ചാടിക്കണം. അപ്പൊ ഇത് എന്തായാലും വെച്ചാല് ജുറാസിക് പാർക്കിന്റെ പോലെയാണ്. പക്ഷെ അത് അങ്ങനത്തെ ജുറാസിക് പാർക്ക് ഒന്നും ഇല്ല, ജുറാസിക് ഒന്നും ഇല്ല.
അപ്പൊ ചെറുതായിട്ട് എന്താ ഉദ്ദേശിച്ചോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു പച്ചപ്പുള്ള സ്ഥലം. അപ്പൊ ഇതാണല്ലോ എടാ ഇത് ഞാൻ കുറെ തപ്പിയിട്ടൊന്നും കണ്ടില്ല. അപ്പൊ ഇത് ചെറുതായിട്ടാ തോന്നുന്നുണ്ട് കാണാത്തെ. എന്തായാലും ഇതാണ് നമുക്ക് നെക്സ്റ്റ് സ്ഥലത്ത് പോകാം. നമുക്ക് നേരെ വണ്ടി മാറ്റിയാണ്ട് നമുക്ക് നെക്സ്റ്റ് സ്ഥലത്ത് പോകാം. ഇത് ഇത്ര തന്നെ ഉള്ളൂ. പക്ഷേ അങ്ങനെ വണ്ടിയൊക്കെ മാറ്റിയപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട് ചെറുത്. ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കുറച്ച് പെട്ടി ഇതൊക്കെ ഇട്ടുകാണ്ട് ശരി അത് നമുക്ക് നെക്സ്റ്റ് നേരെ സ്ഥലത്ത് പോകാം. അപ്പൊ കഴിച്ച് അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്പീഡ് പോയി ഒറ്റ ചാട്ടം ചാടാം. ഇവിടെ മുന്നിൽ വണ്ടി ഉണ്ട് സൈഡിൽ കൂടെ. അത് കഴിച്ച് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ താറയുണ്ട് സെറ്റപ്പ് ആയ മാറിയൊന്നും ഇല്ല. നമ്മളെ താറ അടിപൊളിയാണ്. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഈ താറന്നെ എടുത്ത് നമ്മള് ചേരുന്ന സ്ഥലം നമുക്ക് കാർ ഷോറൂം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവിടെ കാർ ഷോറൂം വെച്ചാൽ നമ്മളെ പുതിയ കാർ ഷോറൂം അതാ നമ്മളെ പണിസ്ഥലൊക്കെ നടക്കണം. അതിന്റെ നേരെ ബാക്കിലായിട്ട് നമ്മളെ കാർ ഷോറൂം. അപ്പൊ അതാ ഇത് കാർ ഷോറൂം ഇതൊക്കെ അടിപൊളി കുറെ വീഡിയോ ഒക്കെ ചെയ്തേക്കാം. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് സ്ഥലത്ത് പോകാം. അപ്പൊ നമ്മളെ കാർ ഷോറൂം ഇതാണ് ശരിക്കും ഒരു കാർ ഷോറൂം. ഇതും നമുക്ക് അടിപൊളിയാക്കിക്കണം. എല്ലാതും ചുവപ്പും വെള്ളം കൂടെ. അപ്പൊ ഞാൻ സ്പീഡ് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ എങ്ങനെയാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത സ്ഥലത്ത് പോകാം. അപ്പൊ അതായത് അടുത്ത് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ആയത്. ഇവിടുന്ന് അപ്പുറത്ത് ട്രെയിനും ഉണ്ട് ഇവിടെ ഇതുണ്ട്. പക്ഷെ എനിക്ക് കാണിച്ചിട്ട് കുറച്ച് ട്രെയിൻ എന്താ കുഴപ്പം പറ്റിക്കണമെന്ന് തോന്നണം. അപ്പൊ നമുക്ക് ഇതങ്ങനെ ട്രെയിനിന്റെ സ്റ്റേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് നേരെ ദിവസം അപ്പുറത്തേക്ക് ചാടാം. ഇപ്പൊ ഇത് വഴിയൊക്കെ കണ്ടുപിടിച്ച് അപ്പുറത്ത് കൂടെ ചുറ്റി വരില്ല. ഒറ്റ ചാട്ടം പെടുന്ന നേരെ കണ്ട് അപ്പുറത്തേക്ക് ചാടാം. പക്ഷെ ഞാൻ അങ്ങോട്ട് ചാടിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. പക്ഷെ അങ്ങനെ നമ്മൾ ചാടി അപ്പൊ ഈ ട്രെയിൻ നോക്കി ഇത് നോക്കിയിട്ട് നേരത്തെ പോലെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കി തയ്ക്കാൻ പറ്റുക. എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലായി. നേരത്തെ ഇങ്ങനെയൊന്നല്ല തോന്നുന്നു ട്രെയിൻ. പിന്നെ എനിക്കോ അറിയാത്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അറിയേണ്ട കമന്റ് ചെയ്യുക. അത് മുന്നും ബാക്കും ഒരേപോലെ തന്നെ ഈ മുന്നത്തെ ട്രെയിൻ അതെന്താ എഞ്ചിന്റെ മുന്നത്തെ എന്താ അറിയില്ല. അപ്പൊ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളിയാക്കിക്കണം. അപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് നേരെ ഒരു ബൈക്കായിട്ട് നേരെ പോവാം. ബൈക്കാ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ബൈക്ക് എടുക്കാം. പക്ഷെ അങ്ങനെ പുറത്ത് കളി ഇതിന്റെ മുന്നിലായിട്ട് അങ്ങനെ സാധനം ഒക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു വള്ള സാധനം ചാടാൻ പറ്റിയ സാധനം അത് ഞാൻ ബൈക്ക് എടുത്തത്. പിന്നെ അങ്ങോട്ട് കുറച്ച് മുന്നിൽ പോയാലും സാധനം ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നേ. കാരണം അപ്പൊ വീഡിയോ ഏതായാലും തുടർന്ന് കാണാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്യാം. ലൈക്കൊക്കെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കണം. അപ്പൊ ഇത് നല്ല കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യൻ ബൈക്ക് കളിച്ചോൾക്കാക്കാം. നമുക്ക് നേരെ ഒന്ന് ചാട്ടും ചാടിയൊക്കെ എന്താ ദൂരത്തേക്ക് പോവാന്നൊക്കെ ചാട്ടം ചാടിക്കാം. അതിന്റെ മുകൾക്ക് കയറട്ടെ. അപ്പൊ നമുക്ക് നേരെ ബാക്കോട്ട് എടുത്ത് കഴിഞ്ഞ് നമുക്ക് സ്പീഡ് ഒറ്റ ചാട്ടം ചാടി വെക്കാം. ഞാൻ കാറേറ്റൊക്കെ ചാടി അധികം ദൂരെ ഒന്നും പോയിട്ടില്ല. കാറിനെ കാട്ടി ദൂരെ പോയിക്കണം. അപ്പൊ ഏതായാലും അപ്പൊ ഇവിടെ എത്തി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പക്ഷെ അപ്പൊ ഇവിടെ ഇതേപോലെ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ ഇതിൽ സ്റ്റേഷനൊന്നും ഇല്ല. ട്രെയിനൊന്നും ഇവിടെ നിർത്തൂല. അങ്ങനെ ഉണ്ടാക്കി വെച്ച് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. പക്ഷെ അപ്പൊ ഇതാ അടിപൊളിയാണ്. ഇതാ നല്ല രസപ്പെട്ടു. പക്ഷെ ട്രെയിൻ എന്താ നിർത്താത്ത കാരണം വെച്ചാൽ നമ്മൾ ട്രെയിൻ നിൽക്കണോടത്തില്ല. ട്രെയിൻ വരാൻ കാത്തുക്കൂല. അവിടെ ജോലി ഇതിട്ട് മൂടിക്കണ്ട ഒരു ഇത് കമ്പി ഇട്ട് കണ്ട് ഇതാക്കിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ട്രെയിൻ നിർത്താത്ത നമ്മളിപ്പോ റെസ്റ്റിനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തോന്നുന്നുണ്ടല്ലേ. ട്രെയിൻ പോവല്ലേ അപ്പൊ അതേ വെച്ച് നിൽക്കുക. പിന്നെ ഇതിന്റെ മുകൾക്കൊക്കെ ഞാൻ കയറി കാണിച്ചത് നല്ല റിസ്ക് ഉള്ള പണിയാണ്. കുറെ വട്ടം കയറി ഇതാണ്. അപ്പൊ അതിന്റെ സപ്പോർട്ടൊക്കെ നല്ല തരും. അപ്പൊ ഇതിന്റെ മുകളിൽ എത്തിക്കണം. അപ്പൊ മുകളിലത്തെ വ്യൂ ഇത് എങ്ങനെയാണ് ഞാൻ സ്പീഡ് കാണിച്ചു തരാതാണ്. ഇവിടുന്ന് നല്ല മോണം കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കിയാൽ കുറെ വ്യൂ ഒക്കെ കാണാം. പക്ഷെ അത്ര നമ്മള് ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൈസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തിയാണ്. അപ്പൊ വീട്ടിൽ ഞാൻ കാണിച്ചു തന്നിട്ടില്ല മതിയായിരിക്കും. അപ്പൊ വീട്ടിലിപ്പോ ഇങ്ങനെ മുന്നിൽ തന്നെ ബിൽഡിങ് 2-3 ബിൽഡിങ്ങുകളൊക്കെ വന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കി. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെയൊന്നല്ല പറയുന്നത്. അപ്പൊ ആർക്കും കിട്ടും. ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ചെയ്തത്. പക്ഷെ ഓല് പറഞ്ഞ വയസ്സൊന്നും കിട്ടണില്ല. അപ്പൊ ഞാൻ ട്രിക്ക് ഉപയോഗിച്ചതാണ്. അപ്പൊ ഞാൻ ഇത് കുറെ വീഡിയോയിലൊക്കെ ട്രിക്ക് ഉപയോഗിച്ചു. പക്ഷെ അതാരും കാണാനൊന്നും ഇല്ല. ഇനി അപ്പൊ ഇതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ മോൾക്കൊക്കെ കയറിയിരിക്കണേ. മോള് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അപ്പൊ ഇതാ മുകളിൽ ഇതേപോലെ തന്നെ. പക്ഷെ ഇതിന്റെ ഈ പകരം ഒരു കോണി ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഏറ്റവും നല്ലത്. ഇതാന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടും അങ്ങോട്ടും നീങ്ങി നേരത്തെ എത്തും. അപ്പൊ ഈ കൊച്ചു വീടുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആയി ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത നല്ലൊരു വീഡിയോ കാണാനിരിക്കുമ്പോൾ അല്ല ഗൈസ്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടല്ല എല്ലാവരും സപ്പോർട്ട് തരും.